പിറ്റേ ദിവസം നടക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സ്വഫ് നേരെ നിർത്തുകയാണ്. അതാ ഒരു വ്യക്തി അതാ മുന്നിലേക്ക് കടന്നു നിൽക്കുന്നു. അദ്ദേഹത്തിന് കുപ്പായമില്ല. ഒരു പാവപ്പെട്ട സഹാബി സവാദ് ഇബ്നു ഖുസയ്യ എന്ന് പറയുന്ന സഹാബി അതാ മുന്നിലേക്ക് നിൽക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വയറ്റിൽ കുത്തിയിട്ട് സ്വഫ് നേരെയാക്കാൻ പറഞ്ഞു. ആ സഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ് ഖദ് ഔജഅതനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പകരം വേണം, എനിക്ക് പകരം ചോദിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധമുഖത്ത് അതിന് തീരുമാനമെടുക്കുകയാണ്, പകരം ചെയ്തു കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബി പറയുകയാണ്, എന്റെ ശരീരത്തിൽ വസ്ത്രമില്ല, താങ്കളുടെ ശരീരത്തിൽ വസ്ത്രമുണ്ട്, അതിനാൽ താങ്കൾ വസ്ത്രം മാറ്റണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വയറ്റിൽ കുത്തിയതിനാൽ അദ്ദേഹം വസ്ത്രം മാറ്റി വയറ് കാണിച്ചു കൊടുക്കുകയാണ്. വയറ് കണ്ട മാത്രയിൽ സവാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വയറ്റിൽ ഉമ്മ വെക്കുകയാണ്. ആ വെച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാ ഹമലക അലാ ഹാദാ, എന്തിനാണ് നീ ഇത് ചെയ്തത്? എന്തിനാണ് നീ ഇത് ചെയ്തത്? അല്ലാഹുവിന്റെ റസൂലേ, സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾക്കറിയാമല്ലോ ഈ സംഭവം, ഈ നടക്കാൻ പോകുന്ന സംഭവം ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ കുറവാണ്, അവർ കൂടുതലാണ്. എന്തു സംഭവിക്കാം? ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ സന്ദർഭമായിരിക്കാം. ഈ അവസാന സന്ദർഭത്തിൽ എന്റെയും താങ്കളുടെയും തൊലി ഒരുമിച്ച് കൂടണമെന്നാണ് റസൂലേ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്ന സവാദ് ഇബ്നു ഖുസയ്യ റളിയല്ലാഹു അൻഹു നമുക്ക് കാണുവാൻ സാധിക്കും.